കേരളത്തിൻ്റെ സ്വന്തം ചരക്ക് കപ്പലായിരുന്നു MV കൈരളി. 51 ജീവനക്കാരെയും 20,538 ടൺ ഇരുമ്പുയിരുമായി ആ കപ്പൽ 1979 കാണാതായി. ജൂൺ 30 ഗോവയിലെ മർഗോവ തുറമുഖത്ത് നിന്നും യാത്ര തിരിച്ച കപ്പലാണിത്. ജർമ്മനിയിലെ റോസ്റ്റോക്ക് തുറമുഖത്തേക്കായിരുന്നു ഈ കപ്പലിൻ്റെ യാത്ര. ആഫ്രിക്കയിലെ ജിബൂത്തി തുറമുഖത്തു നിന്നും കപ്പലിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് ജൂലൈ 8 അവിടെ എത്തിച്ചേരണമായിരുന്നു. എന്നാൽ കപ്പൽ അവിടെ എത്തിയില്ല. എപ്രകാരമാണ് ഈ കപ്പൽ അപ്രത്യക്ഷമായത് എന്ന് ഇന്നും ദുരൂഹതയാണ്. വിവിധ തുറമുഖങ്ങളിൽ നിന്നും കപ്പലുമായി ബന്ധപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും വിജയിച്ചില്ല. കടൽ പ്രക്ഷുബ്ധമായിരുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. നോർവേയിലാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. അന്ന് അതിന് പേര് ഓസ്കാർ സോഡ് എന്നായിരുന്നു. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു. ഇന്ത്യൻ നേവിയും അന്വേഷണത്തിൽ പങ്കാളികളായി. ഒടുവിൽ കപ്പൽ കാണാതായതായി സ്ഥിരീകരിച്ചു. 19,000 ടൺ ഭാരം മാത്രം കയറ്റാവുന്ന കപ്പലിൽ 20,500 ടൺ ഭാരം കയറ്റിയതാണ് കാരണമെന്ന് ഒരു വാദമുണ്ട്. കപ്പൽ അങ്ങനെ മുങ്ങിപ്പോയതാകാം. കപ്പലിൻ്റെ റഡാർ സംവിധാനത്തിന് തകരാറുണ്ടായിരുന്നു എന്ന് ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് അറിയിച്ചിരുന്നുവത്രേ. പക്ഷേ ആ അറിയിപ്പ് കാര്യമായി എടുത്തില്ല എന്നും പറയപ്പെടുന്നു. ശക്തമായ കാലവർഷവും കഠിനമായ തിരകളും കപ്പലിനെ തകർത്തതാകാം എന്നും അനുമാനമുണ്ട്. മറ്റൊരു സംശയം കടൽ കൊള്ളക്കാരെക്കുറിച്ചാണ്. അവർ കപ്പൽ ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോയതാകാം എന്നും വാർത്തകളുണ്ട്. ഒടുവിൽ കപ്പൽ നഷ്ടത്തിന് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും 6,40,00,000 രൂപ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് ലഭിക്കുകയുണ്ടായി.